Good afternoon. Good afternoon. Good afternoon, ma'am. Okay. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പഠിച്ചത് അല്ലെ? വായിച്ചു നോക്കിയായിരുന്നോ? റീഡ് ചെയ്തായിരുന്നോ കഴിഞ്ഞ ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്റർ റീഡ് ചെയ്തോ? Yes, ma'am. ഓക്കെ. അപ്പോ അതിനകത്ത് വേറെ അധികം കാര്യമായിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ എന്താണ്? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ അതൊക്കെയാ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി, പണ്ട് ആ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ആശയത്തിൽ നിന്ന് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെട്ടത് അതുവരെയുള്ള ഒരു ചരിത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ക്ലിയർ അല്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? സൗണ്ട് കുറവാണോ? രാഗി, മേഘ്ന, സൗമ്യ ക്ലിയർ ആണോ? Clear ആണ് ma'am. Yes, ma'am. ക്ലിയർ ആണോ? സൗണ്ട് Yes, കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെയാണോ? ആ, കുറച്ചു പേരൊക്കെ ക്ലിയർ ആണ്, ചിലരെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നോക്കാം നമുക്ക് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി, ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് വന്നത്, ആ ഒരു ചരിത്രമാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഞാൻ ക്ലിയർ മാഡം ഒന്നും ക്ലിയർ ആകുന്നില്ല. ക്ലിയർ അല്ലേ? മാഡം ക്ലിയർ ആവുന്നില്ല, ഭയങ്കര എക്കോ മാത്രമേ ഉള്ളൂ, ഒന്നും കേൾക്കുന്നില്ല. ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങള്? യെസ് മാം. ഓക്കെ, നോക്കാം നമുക്ക്. ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC 500 AD. AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനകത്ത് നോക്കിയേ. ഏർലി the medical treatment was always recognized as religious services and ceremonies. പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള സേവനങ്ങൾ, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. സെറിമണീസ് എന്ന് പറഞ്ഞ ചടങ്ങുകൾ. അപ്പൊ പണ്ട് കാലത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു ട്രീറ്റ്മെന്റ്. ഓക്കെ, priest were also physician or medicine men caring for spirit, mind and body. അപ്പൊ അന്ന് അവിടെ പ്രീസ്റ്റ് ആയിട്ട്, അവിടെ പ്രീസ്റ്റ് ആണ് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത്. ഓക്കെ, കേൾക്കുന്നില്ലേ? പ്രിൻസില കേൾക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ ചിലപ്പോ നെറ്റിന്റെ വല്ല പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കേൾക്കാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആ പണ്ട് കാലത്ത് അവിടെ എങ്ങനെയാ? പ്രീസ്റ്റ്, പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പ്രീസ്റ്റ്, PRIESTS, പ്രീസ്റ്റ്, പുരോഹിതൻ അല്ലെ? പ്രീസ്റ്റ് ആണ് ഫിസിഷ്യൻ ആയിട്ട്, ഡോക്ടറായിട്ട് ആക്ട് ചെയ്തത്. ഓർ മെഡിസിൻ മാൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മൈൻഡിനെ, ആത്മാവിനെ, ബോഡീനെ ഒക്കെ പരിപാലിക്കുന്ന ആള്, മെഡിസിൻ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്
ഫിസിഷ്യൻ ആണ്. ആ ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? പ്രീസ്റ്റ് ആണ്. അവിടെ പ്രീസ്റ്റിനായിരുന്നു, ആ പുരോഹിതനാണ് ഈ ഇതിന്റെയൊക്കെ റോള് ആയിരുന്നത്. Priests or doctors came under the ruling classes with a great political influence. ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നത്. ശക്തമായ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്. അവർക്കുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. അവർ മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആയിരുന്നു. ഓക്കെ, എത്രയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? അപ്പൊ ഇതിനകത്ത് ഇവിടെ ചോദിക്കാം, early the medical treatment was always recognized as dash. ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇതിന് ആദ്യ പണ്ട് കാലത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ഇതിന്റെ ഭാഗമായിരുന്നു സർവീസസ് ആൻഡ് സെറിമണീസ്, അല്ലെ? മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ്. അവിടെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റിനാണ് അവിടെ റോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഫിസിഷ്യൻ ആർ മെഡിസിൻ മെൻ കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ ബോഡീനെ, മൈൻഡിനെ, നമ്മുടെ സ്പിരിറ്റ്, ആത്മാവിനെയൊക്കെ പരിപാലിക്കുന്ന ആള് എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ വരുന്നത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വരുന്നത്. അവർക്കുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. ഇനി ഈ ഏർലി ഏരിയയിലുള്ള ഹോസ്പിറ്റൽസിനെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, രണ്ടാമത്തെ പറയണേ. ഓക്കെ, ഈ ഏർലി ഏരിയയിലുള്ള ഹോസ്പിറ്റൽസിനെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ കാലഘട്ടത്തിൽ 5 ഹോസ്പിറ്റൽസ് ആണ് ഉണ്ടായിരുന്നത്. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, തേർഡ് വൺ റോമൻ ഹോസ്പിറ്റൽസ്, ഫോർത്ത് വൺ അറബിക് ഹോസ്പിറ്റൽസ്, ഫിഫ്ത് വൺ ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഏതൊക്കെയാ ഏർലി ഏരിയയിലുള്ള ഹോസ്പിറ്റൽസ്? പേരുകളൊക്കെ ഒന്ന് പറഞ്ഞേ. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ, ഇന്ത്യ ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഇന്ത്യൻ ഹോസ്പിറ്റൽസ് ഫസ്റ്റ് വൺ ആണ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് നോക്കിയേ. മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. ആദ്യമായിട്ട് ഈ മെഡിസിൻ അപ്പിയർ ചെയ്തത് ഏകദേശം സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസൊപ്പൊട്ടാമിയ എന്ന സ്ഥലത്ത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പായിട്ട് മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ്, ഒരു സംഘടിതമായ അസ്തിത്വം എന്ന നിലയിൽ മെഡിസിൻ ഫസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യൻ റീജിയൻ ഓഫ് സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസൊപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർ ചെയ്തത്. അവിടെ നോക്കിയേ, ഹ്യൂമറാബിസ് കോഡ് 1728 to 1686 BC. അതിന്റെ ആ BC, അതിന്റെ പീരീഡ് പറഞ്ഞേക്കുന്നത്. എക്സാമിന് അങ്ങനെ ഇയർ ഒന്നും അങ്ങനെ അധികം ചോദിക്കാറില്ല, എങ്കിലും നമുക്ക് ഉള്ളത് കൊണ്ട് ചോദിക്കാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് അതുകൂടി ഒന്ന് നോക്കണം. ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അപ്പോൾ ഈ മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന നിയമം അതാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. അവിടെ എക്സാമിന് ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോസ്പിറ്റൽസ് വാസ് ഹ്യൂമറാബിസ് കോഡ് എക്സിസ്റ്റഡ്? ഏത് ഹോസ്പിറ്റലിലായിരുന്നു ഹ്യൂമറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്, നിലനിന്നിരുന്നത്? ഏത് ഹോസ്പിറ്റലാ? ഓപ്ഷൻസ്: മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽ. ഏത് ടൈമില്, ഏത് ഹോസ്പിറ്റലിന്റെ ടൈമിലായിരുന്നു ഹ്യൂമറാബിസ് കോഡ്? അവിടെ വെച്ചാൽ അവിടുത്തെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത് ഹ്യൂമറാബിസ് കോഡാണ്. ഈ ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഏർലിസ്റ്റ് കോഡ് ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ ലീഗൽ ടെസ്റ്റ്.
ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു പഴയൊരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് കോഡ് ഇൻ ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റ്, ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ്. അതെന്താണെന്നൊന്നും ചോദിക്കില്ല. അപ്പൊ അവിടെ ഈ ഹ്യൂമറാബിസ് കോഡാണ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത്. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. ചരിത്രത്തില് ആദ്യമായിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ വന്നത് സുമറിലാണ്. സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ, ഏൻഷ്യന്റ് ബാബിലോണിയയിലെ സുമർ എന്ന പ്ലേസിലാണ് ചരിത്രത്തില് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ. The first recorded prescription came from Tash. എവിടെന്നാ വന്നത്? ചരിത്രത്തിലെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ സുമർ. ബാബിലോണിയൻ. ഓപ്ഷൻസ് നോക്കാം. നമ്മുടെ ആൻസർ, കറക്റ്റ് ആൻസർ സുമർന്ന് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇനി ഏൻഷ്യന്റ് ബാബിലോണിയൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. സിറ്റിയുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബാബിലോണിയനിലെ സുമർ എന്ന പ്ലേസിലാണ് ചരിത്രത്തില് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. പ്രധാനമായിട്ടും മെഡിസിൻ ആദ്യം ഓർഗനൈസ് ചെയ്തത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസൊപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഡോക്ടേഴ്സിനെ, ഈ മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്ന നിയമമാണ്. ഇത് ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ്. ആ ഹ്യൂമറാബിസ് കോഡാണ് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത്. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ പ്രിസ്ക്രിപ്ഷൻ എവിടെയാണ്? സുമറിലാണ്. SUMER, സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ക്ലിയർ ആണോ? ഓക്കെ, 3 കാര്യങ്ങളും ക്ലിയർ ആണോ അതില്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗ്രീക്ക് ഹോസ്പിറ്റൽ, സെക്കൻഡ് വൺ ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ. പീരീഡ് 460 to 136 ഇതാണ് പീരീഡ്. അതിന്റെ ഇതിനകത്ത് നോക്കിയ ഗ്രീക്ക് ഹോസ്പിറ്റൽസില് ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? മാജിക്. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദപരം. ആൻഡ് റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും അതുപോലെ തന്നെ ഈ ചടങ്ങുകളുടെയും മന്ത്രവാദപരമൊക്കെ ആയിരുന്നു അവിടുത്തെ ട്രീറ്റ്മെന്റ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ദേവി കോപം കൊണ്ടൊക്കെയാണ് പണ്ട് അങ്ങനെ വിശ്വസിച്ചിരുന്നത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് മന്ത്രവാദം ചെയ്തൊക്കെ, അല്ലാതെ മെഡിസിൻ കഴിച്ച ഇത് മാറ്റുന്ന ഒരു രീതിയായിരുന്നില്ല. മന്ത്രവാദമൊക്കെ ചെയ്ത് ആ രോഗം മാറ്റുക എന്നതായിരുന്നു. ആ ഒരു ടൈമില്, ആ ഒരു പീരീഡില് അവർ അതിൽ വിശ്വസിച്ച് പോകുന്നതാണ്. അവിടെ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനു ബേസ് ചെയ്തായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ്? മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മന്ത്രവാദം ചെയ്ത് അസുഖം മാറ്റുന്നതൊക്കെ ഇല്ലേ? ഓരോ കാസ്റ്റിലുള്ളവര്, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ ആ ഹിന്ദു സ്റ്റൈല്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്കിടെ പള്ളിയിൽ പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനകത്ത് സ്റ്റൈല്, മുസ്ലിംസ് ആണെങ്കിൽ അവർക്കൂടെ ഒരു സ്റ്റൈല്. അപ്പൊ അങ്ങനെ ഏത് റിലീജിയൻ ആണെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ട്രീറ്റ്മെന്റ് അവിടെ. എന്നാൽ ഹിപ്പോക്രാറ്റസ്, ദ ഫാദർ ഓഫ് മെഡിസിൻ, മെഡിസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, ഹിപ്പോക്രാറ്റസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ആരാ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. ഗ്രീക്ക് ഫിസിഷ്യൻ ആണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ എന്താ പറയുക, ഇങ്ങനെയല്ല നമ്മൾ ആ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്തിട്ടല്ല ഇത് മാറ്റേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ രോഗങ്ങളാണെങ്കിലും നമുക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ദേവീ കോപം കൊണ്ടൊന്നും അല്ല, നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിത ശൈലി കൊണ്ടും പിന്നെ അതുപോലെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകണത് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം ഈ മെഡിസിനിൽ ഒരു ലോജിക്കൽ, യുക്തിപരമായിട്ടുള്ളത്, നോൺ റിലീജിയസ് അപ്രോച്ച്, മതപരമായിട്ട് മതപരം അല്ലാത്തതായിട്ടുള്ള ഒരു സമീപനം മെഡിസിനിൽ ഹിപ്പോക്രാറ്റസ് കൊണ്ടുവന്നു.
അപ്പൊ ഗ്രീക്ക് ഹോസ്പിറ്റലിലാണ് ഹിപ്പോക്രാറ്റസിന്റെ ആ ഒരു ഇത് പറയുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം മെഡിസിനിൽ യൂസ്ഡ് എ ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച്, യുക്തിപരമായിട്ട് കുറെ കൂടി അതിനൊക്കെ ഒരു മാറ്റം വരുത്തി യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ് മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം മെഡിസിനിലോട് കൊണ്ടുവന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് ഈ ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ് ബേസ് ചെയ്തിട്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഹിപ്പോക്രാറ്റസിന്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റോമൻ ഹോസ്പിറ്റൽസ് ആണ്. റോമൻ ഹോസ്പിറ്റൽസ്. By 1st century BC, the Roman was the first to make institutional the care of the sick and the injured. By 1st century BC ഒന്നാം നൂറ്റാണ്ടോടുകൂടി റോമാക്കാര് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറി, സിക്ക് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇഞ്ചുറി മുറിവ് സംഭവിച്ചിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് എന്താ ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ഈ റോമക്കാരായിരുന്നു. അതും നോക്കണം കേട്ടോ. By 1st century BC, the Roman was the first to make the institutional care for the sick and injured. Okay, Roman hospital. ഇനി നോക്കിയേ, മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. ഇനി റോമൻ പീരീഡിൽ തന്നെയായിരുന്നു മിലിറ്ററി ഹോസ്പിറ്റൽസ്, മിലിറ്ററി സൈനികർക്ക് വേണ്ടിയിട്ട്, ആൻഡ് ദ സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമകൾ, മിലിറ്ററികൾക്കും അടിമകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് ഈ റോമൻ പീരീഡിലായിരുന്നു. മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. അപ്പൊ ഇവിടെ എക്സാമിന് ചോദിക്കാം നമുക്ക്, ഇൻ വിച്ച് പീരീഡ് ദ മിലിറ്ററി ആൻഡ് ദ സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്? ഏത് പീരീഡിലാ മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റൽസ് വന്നത്? റോമൻ പീരീഡ്. റോമൻ പീരീഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഓപ്ഷൻസ് നോക്കുക. അതിനകത്ത് അറബിക് പീരീഡ്, റോമൻ പീരീഡ്, ഏതാണ് അക്ബേഴ്സ് പീരീഡ്, അങ്ങനെ നമുക്ക് നൺ ഓഫ് ദ എബോവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പീരീഡ് ആണ് തന്നതെങ്കിൽ അത് തന്നെ എഴുതാം. ഇനി റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽ അങ്ങനെയാണെങ്കിൽ അത് എടുക്കുക. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യണം. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ്, അടിമകൾക്ക് വേണ്ടിയിട്ടും സൈനികർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലില് വന്നത് ഈ റോമൻ പീരീഡിലായിരുന്നു. ഓക്കെ, അപ്പൊ റോമക്കാരാണ് BC 1st സെഞ്ചുറിയോട് കൂടി ഫസ്റ്റ് ടു മേക്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഫോർ സിക്ക് ആൻഡ് ഇഞ്ചുറി, സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് റോമക്കാരാണ്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. ആ സമയത്തായിരുന്നു മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത്. ഇനി ഫോർത്ത് വണ്ണാണ് അറബിക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അറബിക് ഹോസ്പിറ്റൽ നോക്കിയേ, ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് ആൻഡ് ദ ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് വെയർ ന്യൂ മാച്ച് ഫോർ ദ നമ്പർ, ഓർഗനൈസേഷൻ ആൻഡ് എക്സലൻസ് ഓഫ് ദ അറബിക് ഹോസ്പിറ്റൽസ്. ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസും ഒക്കെ ഈ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ എക്സലൻസ് മികവിന്റെ കാര്യത്തിലൊക്കെ ഈ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence of Arabic hospitals. അപ്പൊ ഏത് ഹോസ്പിറ്റലാ ബെറ്റർ? ഏത് ഹോസ്പിറ്റലാ? മിലിറ്ററി ഹോസ്പിറ്റൽസ് ആണോ, ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് ആണോ, അറബിക് ഹോസ്പിറ്റൽസ് ആണോ? ഏതാ? അറബിക് ഹോസ്പിറ്റൽസ്. നോക്കി, ചില റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റലും ഒക്കെ നമ്പർ, എണ്ണത്തിന്റെ കാര്യത്തിലും അതിന്റെ ഓർഗനൈസേഷന്റെ കാര്യത്തിലും എക്സലൻസ് മികവിന്റെ കാര്യത്തിലും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അപ്പൊ ബെറ്റർ അറബിക് ഹോസ്പിറ്റൽ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ലാസ്റ്റ് വരുന്നത് ഫിഫ്ത് വൺ ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. Historical records shows that the efficient hospitals were built in India by 600 BC. Historical record അനുസരിച്ച്
നമ്മൾക്ക് ഫസ്റ്റ് ഒരു എഫിഷ്യന്റ് ഹോസ്പിറ്റല് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തത് ഏകദേശം ബൈ 600 BC 600 BC കൂടിയാണ് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റല് ഈ ചരിത്രം പറയുന്നത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഇന്ത്യയിൽ ബിൽഡ് ചെയ്ത് BC 600 കൂടി ഇന്ത്യയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അനുസരിച്ച് ഡ്യൂറിംഗ് ദ ജോർജസ് റിഗൺ ഓഫ് കിങ് അശോക, ഈ ആ ഒരു ടൈമിൽ ഇന്ത്യൻ ഹോസ്പിറ്റൽ ടൈമിലാണ് അശോകന്റെ ഒരു ആവിർഭാവം വരുന്നത്. അശോക ചക്രവർത്തി, മഹാനായ അശോക ചക്രവർത്തി ആ ഒരു ടൈമില് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. അപ്പൊ അശോക ചക്രവർത്തിയുടെ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റൽസ് ആയിട്ട് കണക്കാക്കപ്പെട്ടത്. ഓക്കെ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റൽസ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഡ്യൂറിംഗ് ദ ജോർജിയസ് റിഗൺ ഓഫ് കിങ് അശോക, ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. അപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റല് ഒരു മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് അശോക അശോകന്റെ കാലഘട്ടത്തായിരുന്നു. അവരവിടെ ഫോളോ ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. കണ്ടാ, അവിടെ ഫോളോ ചെയ്താണ് സാനിറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ. സിസേറിയൻ എന്ന് പറഞ്ഞ എന്താ? സിസേറിയൻ അറിയാലോ, ഓപ്പറേഷൻ. സിസേറിയൻ ഇസ് ദ സർജിക്കൽ ഡെലിവറി. സാധാരണ സർജറി ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കുന്നതാണ് സിസേറിയൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ യൂട്രസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അബ്ഡോമിനമൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടീനെ പുറത്തെടുക്കുന്നതാണ് സിസേറിയൻ എന്ന് പറയുന്നത്. സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയും. സി എഴുതിയിട്ട് ക്യാപിറ്റൽ സി എഴുതിയിട്ട് സെക്ഷൻ, സിസേറിയൻ സെക്ഷൻ തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് അവരവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. നോക്കിയേ, ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 village. അപ്പൊ ഇവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്ത് എങ്ങനെയാ? ഒരു ഫിസിഷ്യൻ ഫോർ 10 വില്ലേജ്. 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ, അടുത്ത 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ. അങ്ങനെയായിരുന്നു അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 1 for every 10 വില്ലേജ്. ഓരോ 10 വില്ലേജ് കൂടുമ്പോഴും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലായിരുന്നു അപ്പോയിന്റ് ചെയ്തത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ഹെൽത്ത് കെയർ, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക, ആരോഗ്യക്ഷേമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ അപ്പോയിന്റ് ചെയ്തു. ഓക്കെയാണ്. And the regional hospital for the infirm. Infirm എന്ന് വെച്ചാൽ എന്താ? INFIRM. infirm എന്ന് വെച്ചാൽ നിരാലംബർ, ആരോഗ്യം ആശ്രയമില്ലാത്ത നിരാലംബര്. ആൻഡ് destitute എന്ന് പറഞ്ഞാൽ അഗതികൾക്കും നിരാലംബർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. The regional hospitals for the infirm and the destitute were built by Buddha. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് അഗതികൾക്കും നിരാലംബർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമ്മൾ 5 ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, വായിച്ചു നോക്കി വേഗം. ഹിസ്റ്ററി ആയതുകൊണ്ട് നമുക്ക് ഇത് വായിച്ച് പറഞ്ഞ് അതിന്റെ പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, മീനിങ് എന്താണ്? ഇൻഫോം എന്ന് വെച്ചാൽ നിരാലംബര്. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഗതികൾക്കും നിരാലംബർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലാണ്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന ഒരു പ്ലേസിലാണ്. അവിടെയാണ് നമ്മൾ ഹ്യൂമറാബിസ് കോഡ് പറഞ്ഞത്. അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹ്യൂമറാബിസ് കോഡാണ് ഉപയോഗിച്ചത്. അവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമറിൽ നിന്നാണ് വന്നത്. പിന്നെ രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽ പറഞ്ഞു. അവിടെ ഗ്രീക്ക് ഹോസ്പിറ്റല് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ബേസ്ഡ് ഓൺ
മാജിക് റിലീജിയസ് റിച്വൽസ്, മന്ത്രവാദപരവും അതുപോലെ മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിരുന്നു ട്രീറ്റ്മെന്റ്. അപ്പൊ അതിനൊരു പുതിയൊരു ആശയം കൊണ്ടുവന്നതാണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹത്തെ എന്തെന്ന് പറയുന്നത്? The father of medicine. അതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Who is the father of medicine? ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു അപ്രോച്ച് മാറ്റി കുറച്ചും കൂടി യുക്തിപരമായി, ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. മെഡിസിനിൽ ഒരു യുക്തിപരമായിട്ടുള്ളതും മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവന്നു. പിന്നെയാണ് റോമൻ ഹോസ്പിറ്റല്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ചില ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് സിക്ക് ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരാണ്. ആ ഒരു ടൈം പീരീഡിൽ, ആ റോമൻ പീരീഡിൽ തന്നെയാണ് മിലിറ്ററി സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത്. അതും ചോദിച്ചിട്ടുണ്ട്. ഇൻ which period the military and the slave hospital existed? ഇത് റോമൻ പീരീഡിലാണ് മിലിറ്ററി സൈനികർക്കും അടിമകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വന്നത് റോമൻ പീരീഡിലായിരുന്നു. പിന്നെയാണ് അറബിക് ഹോസ്പിറ്റൽ പറഞ്ഞത്. അപ്പൊ കുറച്ച് മിലിറ്ററി ഹോസ്പിറ്റലുകളും ഫ്യൂ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും ഒക്കെ നമ്പർ എണ്ണത്തിന്റെ കാര്യത്തിലോ അതിന്റെ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് മികവിന്റെ കാര്യത്തിലോ ഒന്നും ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും വലുതായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ പറഞ്ഞത്. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് ഇന്ത്യയില് 600 BC കൂടിയാണ്. ആ ടൈമില് ജേർജസ് റിഗൺ ഓഫ് കിങ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റല് ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്, അറിയപ്പെട്ടത്. അവിടെ അവർ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. ഓക്കെ, അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് 10 വില്ലേജിലെ ഒരു ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലായിരുന്നു അപ്പോയിന്റ് ചെയ്തത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ ആരോഗ്യക്ഷേമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. പിന്നെ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം, അതിഥികൾക്കും നിരാലംബർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ല? അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ബി ആണ് നമ്മൾ പറയുന്നത്, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ്. മിഡിൽ ഏജ്, മധ്യകാലഘട്ടത്തില്. ആ മധ്യകാലഘട്ടത്തില് എന്തൊക്കെയാ പറ്റിയത്? ആദ്യം നമ്മൾ ഏർലി ഇയറിലെ പറഞ്ഞത്. ഇനി ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റം വന്നേ നോക്കി. പിന്നെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇതിന്റെ ടൈം 500 to 1500 AD വരെയാണ്. ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കി പോകാം. അപ്പൊ നോക്കിയേ, hospital construction increased in Europe during the Middle Age. അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു, കൂടി. അപ്പൊ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. ഫോർ ദ ഫോളോയിങ് റീസൺ. അത് എന്തൊക്കെ കാരണങ്ങളാ? 2 കാരണങ്ങളാണ് പറയുന്നത്. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. അതിന് പറയുന്ന 2 റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ആണ് പോപ്പ് ഇന്നസെന്റ് III in 1198 1198 പോപ്പ് ഇന്നസെന്റ് III അദ്ദേഹം എന്ത് ചെയ്തു? അഡ്വൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക. ആൻഡ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഈ പോപ്പ് ഇന്നസെന്റ് III അദ്ദേഹം ഒരു ഫോർമർ ഹെഡ് ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ ഒരു ഫോർമർ ഹെഡ് ആയിരുന്നു പോപ്പ് ഇന്നസെന്റ് III എന്ന് പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു? 1198 അഡ്വൈസ്ഡ് ആൻഡ് പെർസ്യൂഡഡ്, ഉപദേശിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. ആർക്ക്? വെൽത്തി ക്രിസ്ത്യൻസ് ടു ബിൽഡ് ഹോസ്പിറ്റൽ ഇൻ എവരി ടൗൺ. എല്ലാ ടൗണിലും ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യാൻ, സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോപ്പ് ഇന്നസെന്റ് III അഡ്വൈസ് ചെയ്യുകയും പെർസ്യൂഡ് ചെയ്യുകയും ചെയ്തു. ഉപദേശിക്കുകയും മാത്രമല്ല അതിനുവേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഫസ്റ്റ് റീസൺ ആണ് പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഒരു ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യാൻ വേണ്ട ഉപദേശം കൊടുക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു റീസണാ പറഞ്ഞത് ഇൻക്രീസ്ഡ് റവന്യൂ, വരുമാനം ഏതിലാ? were made available from the commerce with the crusaders. Crusaders എന്ന് പറഞ്ഞാൽ കുരിശുയുദ്ധക്കാര്. കുരിശുയുദ്ധക്കാർ. അപ്പൊ
ഇപ്പൊ ക്രൂസൈഡേഴ്സ് കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. നമുക്ക് വരുമാനം കൂടിക്കഴിഞ്ഞാൽ, നമുക്ക് ധാരാളം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാൻ കുഴപ്പമില്ലല്ലോ, കൺസ്ട്രക്ട് ചെയ്യാനുള്ള ആവശ്യത്തിന് പൈസ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കൃഷിയുദ്ധക്കാരുമായിട്ടുള്ള ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ, യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ആണ്. രണ്ട് കാരണങ്ങൾ മനസ്സിലായോ? ഫസ്റ്റ് എന്താ ഒരു കാരണം പറയുന്നേ? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാവരോടും, വെൽത്തി ക്രിസ്ത്യൻസ് എല്ലാവരോടും എന്ത് ചെയ്തു? എല്ലാ ടൗണിലും ഹോസ്പിറ്റൽസ് നിർമ്മിക്കാൻ വേണ്ട അദ്ദേഹം എന്ത് ചെയ്തു? ഉപദേശം കൊടുക്കുകയും അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിനുള്ള അധിക വരുമാനം ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. In contrast, in Asia and Africa, അതേ സെയിം പീരീഡിൽ തന്നെ, ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്, ആ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. Construction of effective and efficient hospital was pressed forward by the rule and the crusaders. അതേ സെയിം പീരീഡിൽ തന്നെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യാനായിട്ട്, നിർമ്മിക്കാനായിട്ട് അന്നത്തെ റൂള്, അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സ് കുരിശുകാരും എന്ത് ചെയ്തു? ഫോഴ്സ് ചെയ്തു. അതിന്റെ സെയിം ഇത് തന്നെ പറയുന്നത് കേട്ടോ. അതേ സെയിം പീരീഡിൽ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും എഫക്റ്റീവ് ആയിട്ടുള്ളതും എഫിഷ്യന്റ് ആയിട്ടുള്ളതും ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യാനായിട്ട് അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു. അപ്പൊ ഈ കാരണങ്ങളെല്ലാം മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് റീനൈൻസസ് ഏജ് ആണ്. സി, റീനൈൻസസ് ഏജ് 1500 to 1700 AD. റീനൈൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? റീനൈൻസസ് നവോത്ഥാന കാലഘട്ടം. അപ്പൊ ഇനി റീനൈൻസസ് ഏജ്, നവോത്ഥാന കാലഘട്ടത്തിൽ എന്തൊക്കെയാ? ദ റീനൈൻസസ് പീരീഡ് ലാസ്റ്റഡ് ഫ്രം ദ 14th to 16th century. 14 മുതൽ 16th 16 സെഞ്ചുറി വരെ നീണ്ടു നിന്നതാണ് ആ റീനൈൻസസ് കാലഘട്ടം എന്ന് പറയുന്നത്. 14th സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി വരെ നീണ്ടു നിൽക്കുന്നതാണ് റീനൈൻസസ് പീരീഡ്. Towards the end of the 15th century, 15th centuryയുടെ അവസാനം, many cities and towns supported some kind of institutional health care. ഒരു 15th സെഞ്ചുറിയുടെ അവസാനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സിറ്റീസും ടൗൺസും ഒക്കെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. 15th സെഞ്ചുറിയുടെ അവസാനം, ഇൻ ദ എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി, 15th സെഞ്ചുറിയുടെ അവസാനം ധാരാളം ഹോസ്പിറ്റൽസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സിറ്റികളും ടൗൺസും ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത ഡി എന്ന് പറഞ്ഞ മോഡേൺ പീരീഡ് ആണ്. 1750 to 1950 AD വരെയുള്ളതാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കാം, ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജിത ആശുപത്രി, പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചിട്ട് കൊണ്ടുള്ള ഹോസ്പിറ്റലാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, സംയോജിത ആശുപത്രി, പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലാണ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. The first incorporated hospital in America was the Pennsylvania Hospital. Example ചോദിച്ചിട്ടുണ്ട്. Which is the first incorporated hospital. ഏതാ first incorporated hospital? Pennsylvania Hospital. എവിടെയാ പ്ലേസ്? എവിടെയാന്ന് നോക്കി, ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ്. സ്ക്രീൻ ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആണ് ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ എന്തോ മാഡം, ഞാൻ ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറിയ. അത് കുഴപ്പമില്ല, എന്റെ ഒപ്പം ഫോളോ ചെയ്ത് പോരെ.
അപ്പോൾ അല്ല പറഞ്ഞു ഞാൻ മേഡം എനിക്ക് ഫീവർ പനിയുടെ ഒരു ഇതുപോലെ ഉണ്ട്. റംസിയ, അത് പ്രശ്നമില്ല. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, നോക്കി ആ പോകാം. അതാ കാണണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഞാൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡി ആ പറയുന്നത് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡില് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഇവിടെ നോക്കി, മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബിഗാൻ ഇൻ 1926. വെരി ഗുഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ഫിലാഡൽഫിയയിൽ. Massive government involvement in healthcare began in 1926 with the return of our heroes from the World War First. First World War heroes. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് ഗവൺമെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ വേണ്ടി 1926 പ്രയത്നിച്ചു. ഓക്കെ, നോട്ട്സ് ഒന്നും എഴുതിപ്പിച്ചൊന്നുമില്ല, ഇത് നമ്മൾ വായിച്ചു അതിന്റെ മീനിങ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്താ പറയുന്നത്? മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ ബിഗിനിങ് 1926 വിത്ത് ദ റിട്ടേൺ ഓഫ് വാർ ഹീറോസ് ഫ്രം വേൾഡ് വാർ ഫസ്റ്റ്. ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് അവിടുത്തെ ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാൻ 1926 പ്രയത്നിച്ചു. ഓക്കെ, അങ്ങനെ ഡി വരെ നമ്മൾ അത് പറഞ്ഞു, ഓരോ പീരീഡുകളാ പറഞ്ഞു കേട്ടോ. ഈ മോഡേൺ പീരീഡ്, അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഈ നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷൻ. ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ, ആ ഒരു ഹിസ്റ്ററി, നമ്മൾ ചരിത്രം പറയുന്നത്. ഇന്ത്യൻ സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താ? രംഗങ്ങൾ, ആ ഘട്ടങ്ങൾ, പ്രീ ഇൻഡിപെൻഡൻസ്. അപ്പൊ പല പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഓരോ ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചരകന്റെയും സിസ്റ്റത്തിന്റെയും കാലഘട്ടത്തിലൂടെയൊക്കെ കഴിഞ്ഞ് അക്ബറിന്റെ പീരീഡ് വരെയൊക്കെ വന്ന് നമ്മുടെ ഇന്നത്തെ ഈ മോഡേൺ ഹോസ്പിറ്റലിലേക്ക് വരെയും എത്തിപ്പെട്ട ആ ഒരു എവല്യൂഷൻ, ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ early rulers. എന്താ പറയുന്നേ? സ്പിരിച്വൽ എന്താ? സ്പിരിച്വൽ ആത്മീയപരമായിട്ടുള്ളത് അല്ലെ? വ്യവസ്ഥാപരവും ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഏർലി റൂളേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു. ഈ വ്യവസ്ഥാപരവും സ്പിരിച്വലുമായിട്ടുള്ള സംരക്ഷണമാണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർസ് കൊടുക്കേണ്ടത്. ആർക്കാ? റംസിയക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ റംസിയ? അല്ല, ഒന്നുകൂടെ. ഓക്കെ, ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് നോക്കി, പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡേർഡ് ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ early rulers. പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ, ആത്മീയപരമായിട്ടുള്ളതും വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു സംരക്ഷണമാണ്, ഒരു കെയർ ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ, ഒരു കെയർ ആണ്, സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാർ, ഏർലി റൂളേഴ്സ് കരുതിയിരുന്നത്. അതിന്റെ നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നതാണ് എൻട്രിയ, ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ. അത് ചോദിക്കാം കേട്ടോ. ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ? ആരാണ്? എട്രിയ, ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു lived in the യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. Okay, the first Indian physician and teacher who lived in the University of Takshashila. അപ്പൊ ആരോ പറഞ്ഞ ഫസ്റ്റ് ബാച്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ, അത് നിങ്ങൾ ഇവിടെ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ.
ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ടെക്നിക്കലിൽ അവരോട് ഇൻഫോം ചെയ്യുക. അപ്പൊ അവര് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തരും. ഓക്കെ. Now, first Indian physician and teacher who lived in the University of Takshashila എന്ന് പറയുന്നത് ആ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ അവിടെ താമസിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആണ് എട്രിയ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സിസ്രുത ചരകന്റെ കാലഘട്ടത്തിലേക്കാണ്. സിസ്രുതനും ചരകന്റെയും കാലഘട്ടത്തിലേക്കാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. സിസ്രുത, ദ ഫാദർ ഓഫ് സർജറി. റംസിയ, ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറിയിട്ട് ക്ലാസ്സിനെ ഡിസ്റ്റർബൻസ് ചെയ്യരുത്. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് വായിച്ച് റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല, എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പൊ ആരാണോ ഇപ്പൊ നമ്മളെ ഇടയ്ക്ക് ഇപ്പൊ നമുക്ക് മനുഷ്യരാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അത് പ്രശ്നമില്ല. നിങ്ങൾ എപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത് അവിടെ മുതലുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുമല്ലോ. അപ്പൊ നിങ്ങൾ അതിന് മുന്നേ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ അത് നോക്കി ക്ലിയർ ചെയ്യുക. നിങ്ങൾ ഇടയ്ക്ക് കയറിക്കൊണ്ട് ഫസ്റ്റ് തുടങ്ങി ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് 1:30 അത് 1:20 മുതൽ ജോയിൻ ചെയ്യുന്നവരുണ്ടാവും. അവരെ നോക്കി അപ്പൊ തുടങ്ങി അവരിയ്ക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആവും. നമ്മൾ ഈ ഇപ്പൊ റംസി എപ്പോഴാ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എങ്ങാണ്ടായുള്ളൂ, 3:05 എങ്ങാണ്ടായിപ്പോ ജോയിൻ ചെയ്യുന്നത്. അല്ല, എപ്പോഴാണ് 2:05 എങ്ങാണ്ടായിപ്പോഴല്ലേ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ആരാണെങ്കിലും ശരി, നമ്മൾ ഇടയ്ക്ക് അങ്ങനെ ക്ലാസ്സിൽ കയറിയിട്ട് ഇങ്ങനെ എത്ര പോയിന്റ് ആയി അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇത് ചോദിക്കുമ്പോഴേ നമുക്ക് ഇവിടെ പറയുന്നതിന്റെ ആ ഒരു ഫ്ലോ കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് അവിടെ തുടങ്ങി നിങ്ങൾ കേൾക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഒന്നതില് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് 1 hour ഉള്ളൂ ക്ലാസ്. എന്റെ ക്ലാസ് ആഴ്ചയിൽ 1 hour ഉള്ളൂ. എനിക്ക് കയറാൻ എനിക്ക് ടൈം ടേബിളിൽ എനിക്ക് കയറാനുള്ള സ്പേസ് ഇല്ല. ഇഷ്ടംപോലെ ബാച്ചുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലെ ഞാൻ കയറുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ക്ലാസ് വന്നിട്ട് 1 മണിക്കൂർ, അത് 5-10 മിനിറ്റ് എങ്ങനെയായാലും പോകും. നമുക്ക് ബാക്കി ടൈമേ ഉള്ളൂ. പോർഷൻസ് നമുക്ക് തീർക്കണം. നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യ കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും കൂടി ഒന്ന് സഹായിച്ചു പോകാം. നമുക്ക് ചാപ്റ്റർ അത്രയും കവർ ചെയ്യണം. ഓക്കെ അല്ലേ? മറ്റുള്ളവർക്ക് നമ്മൾ കാരണം ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കരുത്. അങ്ങനെ ഓരോരും അങ്ങനെ വിചാരിക്കാം. ഇനിയിപ്പോ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണല്ലേ? ഒരു പോയിന്റ് മിക്കവാറും പോയിന്റ്സ് 2-3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട്. കാര്യം നമുക്ക് വളരെ കുറച്ച് ടൈം ഉള്ളൂ. എങ്കിലും ഒരുപാട് അങ്ങനെ ഓടിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ, +2 മുതലുള്ളവര് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇനിയും കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആ കാര്യത്തിന് കുഴപ്പമില്ല. അധികം ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല നമ്മൾ പോകുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് വിടുമ്പോ അത് വായിക്കുമ്പോ എനിക്ക് ഇവിടത്തേലുള്ള ഇത് കിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മളപ്പോ എട്രിയയുടെ പറഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സിസ്രുത ചരകന്റെയും കാലഘട്ടത്തിലേക്കാണ്. സിസ്രുത എന്ന് പറയുക ഫാദർ ഓഫ് സർജറി. സിസ്രുതന്റെ ഫസ്റ്റ് ലെറ്റർ എസ്, സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ്. അപ്പൊ അതുകൊണ്ട് മാറിപ്പോരുത്. ഫാദർ ഓഫ് മെഡിസിൻ ആരായിരുന്നു? ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? നെക്സ്റ്റ് വരുന്നതാണ് ഫാദർ ഓഫ് സർജറി. ഫാദർ ഓഫ് സർജറി ആരാണ്? സിസ്രുത. ഇത് മറക്കരുത്. സർജറി, അതാണ് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുക. സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ എസ്, സിസ്രുതന്റെയും ഫസ്റ്റ് ലെറ്റർ എസ്. അപ്പൊ ഫാദർ ഓഫ് സർജറി ആരാ? സുശ്രുത. വെരി ഗുഡ്. സിസ്രുത, the father of surgery. അദ്ദേഹം ancient Indian surgeon known for his outstanding operation and technique and for his influential dissertation. അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ്, ടെക്സ്റ്റ് ആണ് സിസ്രുത സംഹിത. സിസ്രുതിന്റെ ടെക്സ്റ്റ് ഏതാ? ഡിസർട്ടേഷൻ. പ്രബന്ധം ഏതാ? സിസ്രുത സംഹിത. The main origin of knowledge about surgery in ancient India. സർജറിയെ കുറിച്ച് നമുക്ക് ധാരാളം അറിവുകൾ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് സിസ്രുത സംഹിത. അത് എഴുതിയത് റിട്ടേൺ ബൈ സിസ്രുത. ഓക്കെ. ഫാദർ ഓഫ് സർജറി, ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ ഫോർ ഹിസ് അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്കുകൾ കൊണ്ടും
ഈ ഇൻഫ്ലുവൻഷ്യൽ ഡെസർട്ടേഷൻ സുശ്രുത സംഹിത എന്ന ടെക്സ്റ്റ് ആ പ്രബന്ധം എഴുതിയത് കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത് ഏതാണ്, എന്തിനെ കുറിച്ചാണ്? മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിനെ കുറിച്ച് അറിവ് തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഇത് വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത്. അതിനകത്ത് ശസ്ത്രക്രിയ രീതികളെ കുറിച്ചും അത് രചിക്കപ്പെട്ട ഒരു ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സുശ്രുത സംഹിത. അതായത് ഏകദേശം 300ഓളം ശസ്ത്രക്രിയ രീതികളെ കുറിച്ചും 120ഓളം ശസ്ത്രക്രിയ ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫാദർ ഓഫ് സർജറി ആരാന്ന് പറയണം. ഈ സുശ്രുതൻ എഴുതിയ ടെക്സ്റ്റ് ആണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ടെക്നിക്ക് കൊണ്ടും ഈ സുശ്രുത സംഹിത എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എഴുതിയത് കൊണ്ടുമാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത് ഒരു സർജറിനെ കുറിച്ച് നമുക്ക് നോളജ് തരുന്ന ഒരു ടെക്സ്റ്റ് ആണ്, ഒരു ടെക്സ്റ്റ് ബുക്കാണ് സുശ്രുത സംഹിത. അത് വൈദ്യശാസ്ത്രത്തിന്റെ തന്നെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സുശ്രുത സംഹിത. അതിൽ ഏകദേശം 300ഓളം ശസ്ത്രക്രിയ രീതികളെ കുറിച്ചും ശസ്ത്രക്രിയ മെത്തേഡുകൾ ചെയ്യുന്ന രീതികളെ കുറിച്ചും ഏകദേശം 120ഓളം ശസ്ത്രക്രിയ ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചരക എന്ന് പറയുന്നത്. ചരക വാസ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആയുർവേദത്തിന് ഒരു മഹത്തായ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് ചരകൻ. കേട്ടിട്ടില്ലേ ചരകൻ എന്നൊക്കെ? ചരകനും സുശ്രുതനും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? അല്ലേ? ആയുർവേദത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളാണ് ചരക എന്ന് പറയുന്നത്. ആയുർവേദം എന്ന് പറഞ്ഞ എന്താണ്? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. ആയുർവേദ മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടോ? ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ടാവും. എന്താ ആയുർവേദം എന്ന് പറഞ്ഞാൽ? ഇതെന്താ ആയുർവേദം? ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ വേദം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ആയുസിന്റെ വേദം എന്നാണ് ആയുർവേദം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ചികിത്സാ രീതികളിൽ ഒന്നാണ് ആയുർവേദം. ഈ ആയുർവേദം പറയുന്നത് ഇതൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നുള്ളൂ. ആയുർവേദം പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ സർവ്വചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്നാണ് ആയുർവേദം പറയുന്നത്. ഏതൊക്കെയാ പഞ്ചഭൂതാസ്? എയർ, വാട്ടർ, ഫയർ അല്ലെ? ഭൂമി, വായു, ജലം, ആകാശം, അഗ്നി. ഇത്രയാണ് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്നാണ് ആയുർവേദം പറയുന്നത്. ഓക്കെ, ഈ ഇതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിലെ തത്വം ഇത് തന്നെയാണ്. ഈ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റും പറഞ്ഞിരിക്കുന്നത്. ഈ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 3 ദോഷങ്ങളാണ് ഉള്ളത്. വാത, പിത്ത, കഫം. 3 ദോഷങ്ങൾ, വാദം, പിത്തം, കഫം. ഈ 3 ദോഷങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ബാലൻസ്, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പൊ ഈ ദോഷങ്ങളുടെ എല്ലാം വാത, പിത്ത, കഫ, ഈ 3 ദോഷങ്ങളുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആരോഗ്യം. ഇതാണ് ആയുർവേദം പറയുന്നത്. ഓക്കെ, അത്രയും ആയുർവേദം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആയുർവേദം a system of medicine and lifestyle developed in ancient India. He is known as the editor of medical treatise named Charaka Samhita. അപ്പൊ ചരകന്റെ ട്രീറ്റീസ് ടെക്സ്റ്റ് പ്രബന്ധം ഏതാ? മെഡിക്കൽ ട്രീറ്റീസ് നെയ്മഡ് ചരക സംഹിത. ഓക്കെ, സുശ്രുതന്റെ ടെക്സ്റ്റ് ഏതായിരുന്നു? സുശ്രുതന്റെ ചരകന്റെ ചരക സംഹിത. ഓക്കെ,
one of the basic test of classical Indian medicine and Ayurveda. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ചും ആയുർവേദത്തെ കുറിച്ചൊക്കെ പറയുന്ന അതിനെക്കുറിച്ച് അറിവ് തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് ചരക സംഹിത. ഇസ് റിട്ടൺ ബൈ ചരക. ഓക്കെ, ഇനി നെക്സ്റ്റ് 6th ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. 273 to 232 AD ആ ഒരു പീരീഡിലേക്ക് തിരിച്ചു വന്നു. During Ashok's reign, principle of hygiene were followed and seal section were performed. അശോകന്റെ ആ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ പ്രിൻസിപ്പിൾ ആൻഡ് were followed and seal section എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, C section. Okay, cesarean section were perform ചെയ്തു. ഇനി 8th വണ്ണി പറയുന്നത് റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ഇൻഫോം. നിരാലംബർക്കും അഗതികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം ആൻഡ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധ. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. അഗതികൾക്കും നിരാലംബർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ഈ ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. പിന്നെ 9th ആണ് അക്ബേഴ്സ് പീരീഡ്. അക്ബേഴ്സ് പീരീഡ് എന്ന് പറഞ്ഞ യുനാനി മെഡിസിൻ. ആർക്കെങ്കിലും അറിയോ യുനാനി ചികിത്സ? യുനാനി മെഡിസിൻ അക്ബർ പീരീഡിലാണ് യുനാനി മെഡിസിൻ. അപ്പൊ ഇവിടെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് യുനാനി മെഡിസിൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്? അപ്പൊ യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏത് പീരീഡിലാ? പീരീഡ്. അക്ബറിന്റെ കാലഘട്ടത്തിലാണ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. അത് എഴുതി വെച്ചോ കേട്ടോ, അവിടെ ഇല്ല. ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നതും ഫാദർ ഓഫ് യുനാനി എന്നറിയപ്പെടുന്നതും ഹിപ്പോക്രാറ്റസ് തന്നെയാണ്. ഓക്കെ, ഫാദർ ഓഫ് യുനാനി, ഫാദർ ഓഫ് യുനാനി ഹിപ്പോക്രാറ്റസ്. ഓക്കെ, എന്താ യുനാനി എന്നറിയോ? യുനാനി ചികിത്സ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? യുനാനി അറിയാം. യുനാനി എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഗ്രീക്കിൽ നിന്നും വന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. യുനാനി പറയുന്നത് നമ്മുടെ ബോഡിയില്, മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാ ഉള്ളതെന്നാ പറയുന്നത്. 4 components. System said that 4 components are seen in human body. നമ്മുടെ ബോഡിയിൽ 4 components ഉള്ളത്, 4 ദ്രവങ്ങളാ ഉള്ളത്. അത് ഫസ്റ്റ് ബ്ലഡ്, രക്തം, ബ്ലഡ്. രണ്ടാമത്തെയാണ് കഫം, ഫിലം എന്ന് പറയും, PHELGM, PHELGM, ഫിലം, കഫം. പിന്നെ മൂന്നാമത്തെ ബൈല്, BILE, ബൈല്, പിത്തം. നെക്സ്റ്റ് ബ്ലാക്ക് ബൈല്, കറുത്ത പിത്തം. അപ്പൊ അങ്ങനെയാണ്, അതാണ് ഈ നമ്മുടെ 4 components. അത് യുനാനി പറയുന്ന ആൾക്കാ. യുനാനി ഇതിനകത്ത് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ 4 ദ്രവങ്ങൾ, 4 components ആണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. അത് രക്തമുണ്ട്, കഫമുണ്ട്, പിത്തമുണ്ട്, അതുപോലെ കറുത്ത പിത്തം, ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്, അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഫ്ലക്ച്വേഷൻസ്, അതിന്റെ എന്തെങ്കിലും ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, അതിൽ ഏതെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതാണ് രോഗം എന്നാണ് പറയുന്നത്. അതിന്റെ ഫ്ലക്ച്വേഷൻസ്, അതിൽ ഏറ്റവും കുറച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ ബ്ലഡ് കൂടുതലോ അല്ലെങ്കിൽ ബ്ലഡ് കുറവോ, കഫത്തിന്റെ അളവ് കൂടുതലായിട്ട് വരുമോ, അപ്പൊ അങ്ങനെ അതിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുവാണെങ്കിൽ അതാണ് രോഗം, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ യുനാനി ട്രീറ്റ്മെന്റിൽ എന്താ പറയാന്ന് വെച്ചാൽ, ഈ രോഗം ആദ്യം എങ്ങനെയാ ഉണ്ടായെന്ന് അവർ കണ്ടെത്തും. രോഗത്തിന് കാരണം എന്താ? അപ്പൊ കഫത്തിന്റെ അളവ് കൂടുതലാണോ അല്ലെങ്കിൽ ബ്ലഡിന്റെ അളവ് കുറവാണോ, എന്താണ്? ബൈൽ എന്ന് പറഞ്ഞാൽ പിത്തം എന്നർത്ഥം, പിത്തം. ബ്ലാക്ക് ബൈല് കറുത്ത പിത്തം. ഓക്കെ, പിത്തം, കറുത്ത പിത്തം. അപ്പൊ അതിന്റെ ഏതെങ്കിലും അളവിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ ഫ്ലക്ച്വേഷൻസ് വരുവാണെങ്കിൽ അതാണ് രോഗം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യും? എന്തിലാണ് വ്യത്യാസം വന്നേക്കണത് എന്ന് നോക്കും.
അപ്പൊ ഇപ്പൊ കഫത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ളത് നോക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ 4 സംഗതികളെയും ബാലൻസ് ശരിയാക്കാൻ വേണ്ടി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. അപ്പൊ 4 കമ്പോണൻസും അതിനെ എപ്പോഴും എന്ത് ചെയ്യുന്നു, കറക്റ്റ് അളവിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഏതെങ്കിലും ഒരെണ്ണത്തിലെ ഫ്ലക്ച്വേഷൻസ് വരുവാണെങ്കിൽ എന്താ, ആ 4 സംഗതികളും ബാലൻസ് ആക്കാൻ വേണ്ടി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. സാധാരണയായിട്ട് ആയുർവേദം പോലെ തന്നെ പച്ചമരുന്നുകൾ തന്നെയാണ് ഇതിന് മെഡിസിൻ ആയിട്ട് നമുക്ക് തരുന്നത്. ഈ മരുന്നുകൾ ഒന്നില്ലെങ്കിൽ ഗുളികയായിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ കഷായ രൂപത്തിലോ പൊടിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതാണ് യുനാനി ട്രീറ്റ്മെന്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ 2 ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതാം കേട്ടോ, യുനാനിയും ആയുർവേദവും. SC ആയിട്ടൊന്നും എക്സാമിന് വരില്ല, എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലായി. ഇനിയാണെങ്കിലും യുനാനി ഇത് വരുന്നുണ്ട്, അപ്പൊ അറിയില്ല എന്ന് പറയരുത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ചെറിയൊരു നോട്ട് 2-3 പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് എഴുതാം. ഇപ്പൊ അടുത്തൊരു ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ കഴിയും. 17th സെഞ്ചുറി പിന്നെ ഒരു ചെറിയൊരു ഇത് കൂടി മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് അധികമൊന്നുമില്ല. എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡൻസ്, പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് വന്ന 2 ഇതും കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ എക്സ്ട്രാ ഞാൻ ഇവിടെ തരുന്നതാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ അതും നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് 1 വേർഡ്സുകളൊക്കെ നമുക്കൊന്ന് എഴുതി പോകാം. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്ലിയർ ആവും. ആദ്യമേത് പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇനിത്തെ നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് 18 ആണെന്ന് തോന്നുന്നു കിടക്കുന്നത്. 18th ആണോ 19th ആണോ, ബ്ലഡ് ബാങ്ക്. അവിടെ മുതലാണ് നമ്മുടെ ആ ഹോസ്പിറ്റലിലെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുള്ളൂ. ഈ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഹിസ്റ്ററി ഇങ്ങനെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇതിനകത്തൊരു കഥ പോലെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം, ബാലൻസ് ഉള്ളത് തീർക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് എന്താ നേരത്തെ പറഞ്ഞത് റീജിയണൽ ഹോസ്പിറ്റൽ ഏതാണ്? ആ 8ാമത്തെ പോയിന്റ് ഒന്നും കൂടി പറയോ? എത്രാമത്തെയാണോ ഒന്ന് ക്ലിയർ ആയില്ലല്ലോ. ആ അക്ബർ പീരീഡിന്റെ മുമ്പുള്ളത് ഒന്നുകൂടി പറഞ്ഞു. അക്ബർ പീരീഡിന്റെ മുന്നുള്ളതാണോ? ഓക്കെ, 8ാമത്തെ പോയിന്റ് ആണോ? അതെ. 8ാമത്തെ ഇതിനകത്ത് എന്താ, റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്, ഒരു നിരാലംബർക്കും അഗതികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്, ബുദ്ധന്റെ ടൈമിലാണ്. അപ്പൊ അവിടെ നമുക്കൊരു 1 വേർഡ് ആയിട്ട് വേണമെങ്കിൽ നോക്കാം. റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫോം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ഡാഷ്. ആരാ നിർമ്മിച്ചത്? ബുദ്ധനാണ്, ബുദ്ധാസ്. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, 1 വേർഡ്സ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ഒന്ന് മനസ്സിന്റെ ഒരു കോണിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമുക്കറിയാം ഏകദേശം നമ്മൾ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഒരുവിധം എല്ലാവർക്കും പറയാനും പറ്റും. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇനിയിപ്പോ ഇനി നെക്സ്റ്റ് ആഴ്ച നമുക്ക് ട്യൂസ്ഡേയിലെ ക്ലാസ് വന്നോളൂ. അതാണ് ഒരു പ്രശ്നം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച നിങ്ങൾ ബുക്ക് ഓർക്കോളൂ, അപ്പോഴത്തേക്ക് ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഇന്ന് നമ്മൾ എടുത്തത് ഇന്ന് തന്നെ ഒന്ന് റീഡ് ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാവരും ഇന്ന് തന്നെ റീഡ് ചെയ്തിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ എന്നാലാണ് നമുക്ക് അതിലെ എക്സാം ആകുമ്പോഴത്തേക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ചേ എടുത്ത് പോകുന്നുള്ളൂ, ഒരുപാട് ഓടിച്ചോ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന രീതിയിൽ കുറച്ചേ പറഞ്ഞോളൂ. നമ്മൾ ഹോസ്പിറ്റൽ ഓഫ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിലെ ഹോസ്പിറ്റൽസ് ഓഫ് ഏതൊരു ഇയറില് നമ്മൾ 5 ഹോസ്പിറ്റൽസ് പറഞ്ഞു. 5 ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ, 5 ഹോസ്പിറ്റൽ ഏതൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി ഇൻക്രീസ് ചെയ്തു. അതിന് 2 റീസൺസ് പറയുന്നുണ്ട്. ഇന്ന് പോപ്പ് ഇന്നസെന്റ് 3യുടെ കാര്യം പറഞ്ഞു, പിന്നെ ക്രൂസൈഡേഴ്സും ആയിട്ടുള്ള വാണിജ്യത്തിനുണ്ടായ അധിക വരുമാനം. ഓക്കെ, പിന്നെ അടുത്ത റിനൈൻസസ് ഏജ് പറഞ്ഞു, പിന്നെ അതിനകത്ത് മോഡേൺ പീരീഡ് പറഞ്ഞു. അങ്ങനെ CE വരെയും അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോയത് ഹോസ്പിറ്റൽ എവല്യൂഷനിലേക്കാണ്. ആ പല ഘട്ടങ്ങള്, യുടെ കാര്യം പറഞ്ഞു, സിശ്രുത ചരകയുടെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ബുദ്ധന്റെ അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ ഒരു റീജിയണൽ ഹോസ്പിറ്റൽസ് ഇൻഫോം ആയിട്ടുള്ളവർക്കും ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളവർക്കും ബിൽഡ് ചെയ്തത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ അക്ബറിന്റെ പീരീഡിലാണ് യുനാനി മെഡിസിൻ. ദ ഫാദർ ഓഫ് യുനാനി, ഹു ഇസ് ദ ഫാദർ ഓഫ് യുനാനി?
ഹിപ്പോക്രാറ്റിസ്. father of surgery? Who is the father of surgery? മറക്കരുത്. സിശ്രുത. എസ് വെച്ചിട്ട് തന്നെ ഓർക്കാം. അത് മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞു തന്നത്. സിശ്രുത സർജറി. ഓക്കെ. ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം തന്നെയാണ് യുനാനിയുടെ ഫാദർ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ. ഫാദർ ഓഫ് ആയുർവേദ? ഇസ് ദ ഫാദർ ഓഫ് ആയുർവേദ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതി പോകാം കേട്ടോ. ഓക്കെ. പിന്നെ തന്നെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. ഓക്കെ. ഞാൻ ക്ലാസ് ഓക്കെ ബൈ. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am.